إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വളരെ മഹത്തായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അഥവാ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമുക്ക് ഓരോരുത്തർക്കും സൽക്കർമ്മങ്ങളിൽ മുഴുകി അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അതുപോലെ തന്നെ പരലോകത്ത് സ്വർഗം, അത് നേടിയെടുക്കാനുള്ള സുവർണാവസരമായി കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ളത്. അതേറ്റവും നന്നായി മുതലെടുക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളിൽ മുഴുകേണ്ട ദിവസങ്ങളാണിവ. പ്രത്യേകിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അതിൽ വീഴ്ച വരാതെ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ നാവുകളിൽ സദാസമയം ദിക്റുകൾ ഉണ്ടാവണം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ തുടങ്ങിയ ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണിവ. അതുപോലെ തന്നെയാണ് തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നിരുപാധികം നമ്മുടെ നാവ് ഇത്തരത്തിലുള്ള ദിക്റുകൾ കൊണ്ട് പച്ചപിടിക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തി എന്നു മാത്രം. സഹോദരങ്ങളെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് വളരെ മഹത്തായ അതിൻ്റെ കർമ്മങ്ങളിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ ഹാജിമാർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുൽഹിജ്ജയുടെ 8-ന്റെ അന്നാണ് ഹജ്ജ് കർമ്മം ആരംഭിക്കുക. യൗമു തർവിയ എന്നാണ് ആ ദിവസത്തിന് പറയുക. അതിനുശേഷം ദുൽഹിജ്ജ 9-നാണ് മഹത്തായ അറഫ സംഗമം. ആ സമയത്ത് സഹോദരങ്ങളെ, ഹാജിമാരല്ലാത്ത നാട്ടിൽ കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളും ഒരർത്ഥത്തിൽ മനസ്സുകൊണ്ട്, അതല്ലെങ്കിൽ ചില ഇബാദത്തുകൾ കൊണ്ട് അവരോട് സാദൃശ്യപ്പെട്ടിരിക്കുകയാണ്. അവർ ചൊല്ലുന്ന തക്ബീറുകളിലും ദിക്റുകളിലും നമ്മളും പങ്കാളികളാണ്.
അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത്, മഹത്തായ ബലികർമ്മം അറുക്കാൻ ഉദ്ദേശിച്ചവർ ഹാജിമാരെ പോലെ തന്നെ തലയിലെ മുടിയോ നഖമോ തൊലിയോ ഒന്നും നീക്കാതെ അറവ് കഴിയുന്നത് വരെ കാത്തിരിക്കുകയാണ്. അങ്ങനെ സഹോദരങ്ങളെ, നാട്ടിലായാലും ഹജ്ജിൻ്റെ വേളയിലായാലും ഈ ദിവസങ്ങൾ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. സഹോദരങ്ങളെ, മഹത്തായ അറഫ സംഗമത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് യൗമു അറഫ, അറഫ ദിനം. ആ ദിവസത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ ഈ ദിവസത്തിൽ നരകത്തിൽ നിന്നും മോചിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇന്നഹു ലയദുനു, അല്ലാഹു അവൻ്റെ അടിമകളിലേക്ക് അടുത്തു വരും. അഥവാ ഭൂമിയോടടുത്ത ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു അവൻ്റെ എല്ലാ മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, അല്ലാഹുവിൻ്റെ മലക്കുകളോട് അല്ലാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് അവരെ പുകഴ്ത്തിക്കൊണ്ട് പറയും. അല്ലാഹു ചോദിക്കും, മാ അറാദ ഹഉലാ, എൻ്റെ അടിമകളായ ഈ ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത്? അല്ലാഹുവിന് അവരെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാം. അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അറിയുകയില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുകയാണ്. അഥവാ അതിൻ്റെ അർത്ഥം അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് അല്ലാഹു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, ഹാജിമാരും അല്ലാത്തവരും അഥവാ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിൻ്റെ പാപമോചനം പ്രതീക്ഷിക്കേണ്ട ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. അതുപോലെ തന്നെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ സഹോദരങ്ങളെ നമ്മളും ഉൾപ്പെടേണ്ടതുണ്ട്. അതുപോലെ നോക്കൂ, മഹത്തായ അറഫയെ സംബന്ധിച്ചിടത്തോളം അറഫ എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്നാൽ അത് അറഫയാണ്. അഥവാ അറഫ സംഗമം, അതിൽ സംഗമിക്കുക എന്നതാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട റുക്ൻ, പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമാണ്. എത്രത്തോളം അവിടുന്ന് പറഞ്ഞു, ഫമൻ അദ്റക ലൈലത അറഫ ഖബ്ല തുലൂഇൽ ഫജ്രി മിൻ ലൈലതി ജംഇൻ ഫഖദ് തമ്മ ഹജ്ജുഹു. ഒരാൾക്ക് പകലിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ നിൽക്കാൻ സാധിച്ചില്ല എങ്കിൽ, അവിടെ എത്താൻ സാധിച്ചില്ല എങ്കിൽ അറഫയുടെ രാത്രിയെങ്കിലും അവിടെ എത്തിയിരിക്കണം. അഥവാ പിറ്റേന്ന് ഫജ്ർ ഉദിക്കുന്നതിന് മുന്നേ ഒരാൾ അറഫ മൈതാനിയിൽ എത്തിച്ചേർന്നാൽ അയാളുടെ ഹജ്ജ് പൂർത്തിയായി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനു മാത്രം പ്രാധാന്യമുണ്ട് അറഫ സംഗമം, അറഫ ദിനം എന്നുള്ളത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ ദിനം എന്ന ഈ മഹത്തായ ദിനം ദുൽഹിജ്ജ 9 ആ ദിവസം തെരഞ്ഞെടുത്തിരിക്കുന്നു നമ്മുടെ ഈ ദീൻ പൂർത്തീകരിക്കുന്നതിനു വേണ്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ അടുക്കൽ യഹൂദരിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് പറയുകയുണ്ടായി, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹ, നിങ്ങളുടെ കിതാബിൽ അഥവാ വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, അത് നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ, ഞങ്ങൾ യഹൂദികളുടെ അടുക്കൽ ഞങ്ങൾക്കാണ് ആ ആയത്ത് അവതരിച്ചത് എങ്കിൽ ആ ദിവസത്തെ, ആ ആയത്ത് അവതരിച്ച ദിവസത്തെ ഞങ്ങൾ പെരുന്നാൾ ദിനമാക്കുമായിരുന്നു, ആഘോഷ ദിനമാക്കുമായിരുന്നു എന്നയാൾ പറയുകയുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അയ്യു ആയ, ഏതാണ് ആ ആയത്ത്? അയാൾ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്താണത്.
അള്ളാഹു പറയുന്നു, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ മതമായി ദീനായി നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ച് നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്തിനെ കുറിച്ചാണ് യഹൂദിയായ മനുഷ്യൻ പറഞ്ഞത്, അത് ഞങ്ങൾക്കാണ് അവതരിച്ചത് എങ്കിൽ ഞങ്ങളത് ആ ദിവസത്തെ ആഘോഷ ദിവസമാക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖദ് അറഫ്നാ ദാലികൽ യൗം, ആ ആയത്ത് അവതരിച്ച ദിവസം അത് ഞങ്ങൾക്കറിയാം. വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ആയത്ത് അവതരിച്ച സ്ഥലം അതെവിടെയാണ് എന്നും ഞങ്ങൾക്കറിയാം. വഹുവ ഖായിമുൻ ബിഅറഫത യൗമ ജുമുഅ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുന്ന ദിവസത്തിലായിരുന്നു ആ ആയത്ത് അവതരിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അറഫ ദിനമെന്ന മഹത്തായ ദിനമാണ് അല്ലാഹു നമ്മുടെ ദീൻ പൂർത്തീകരിക്കാൻ ആയത്ത് അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തത്. ഈ ആയത്ത് അവതരിച്ചതിൻ്റെ അടിസ്ഥാനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീൻ അത് അള്ളാഹു പൂർത്തീകരിച്ചു തന്നു. ഇനി ഈ ദീനിൽ യാതൊന്നും കൂട്ടാനില്ല, കുറക്കാനില്ല, പരിപൂർണമാക്കി തന്നിരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് സമ്പൂർണമാക്കി തന്നിരിക്കുന്നു. അള്ളാഹു ഇസ്ലാമിനെ മതമായി നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ആ മഹത്തായ ദിനമാണ് സഹോദരങ്ങളെ അറഫ ദിനം എന്നുള്ളത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിനത്തെക്കുറിച്ച് പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന അത് അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്കുകൾ ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അവിടുന്ന് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വാക്കുകൾ. അഥവാ സഹോദരങ്ങളെ, അതിൽ അള്ളാഹുവിൻ്റെ ഏകത്വമാണുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്, അവൻ്റെതാണ് സർവാധികാരം. വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും. ഏതവസരത്തിലും സ്തുതിക്കർഹതയുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സഹോദരങ്ങളെ, ഈ ദിക്ർ അറഫ ദിനത്തിൽ വർദ്ധിപ്പിക്കാൻ, ധാരാളമായി ചൊല്ലാൻ നമുക്ക് മാതൃകയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അറഫ ദിനത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ റുഅയ ശൈത്താനു യൗമൻ ഹുവ ഫീഹി അസ്ഗറു വലാ അദ്ഹറു വലാ അഹ്ഖറു വലാ അഗ്യദു മിൻഹു ഫി യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ പിശാചിനെ നിന്ദ്യനായിക്കൊണ്ട്, വളരെ ചെറുതായിക്കൊണ്ട്, ഒന്നിനും കൊള്ളാത്തവനായിക്കൊണ്ട്, അവൻ രോഷാകുലനായിക്കൊണ്ട് കാണപ്പെടുന്ന മറ്റൊരു ദിവസവുമില്ല അറഫ ദിനത്തേക്കാൾ. അറഫ ദിനത്തിൻ്റെ അന്ന് പിശാച്, ശൈത്താൻ അങ്ങേയറ്റം നിന്ദ്യനായിരിക്കും. അവൻ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലായിരിക്കും. കാരണം വമാ ദാക ഇല്ലാ ലിമാ റആ മിൻ തനസ്സുലിർ റഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നും അവൻ്റെ അടിമകളിലേക്ക് കാരുണ്യം ഇറങ്ങുന്നത് അവൻ കാണുന്ന ദിവസമാണ്. അല്ലാഹു അവൻ്റെ അടിമകൾക്ക് പാപമോചനമാകുന്ന കാരുണ്യം, അല്ലാഹു നരകമോചനമാകുന്ന കാരുണ്യം അടിമകളിലേക്ക് ഇറക്കുകയാണ്. ഇത് കാണുമ്പോൾ പിശാച് ഒന്നിനും കൊള്ളാത്തവനായി, നിന്ദ്യനായി, നിസാരനായി, രോഷാകുലനായി അങ്ങനെ കഴിഞ്ഞുകൂടുമെന്നാണ്. മാത്രമല്ല വതജാവുസില്ലാഹി അനിദ്ദുനൂബിൽ ഇളാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കും. അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും. അതുപോലെ അല്ലാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും അവൻ്റെ അടിമകൾക്ക്. ഇത് കാണുമ്പോഴാണ് പിശാചിന് നിന്ദ്യതയാകുന്ന ഈ അവസ്ഥ ഉണ്ടാവുക, നിസാരനാകുന്ന അവസ്ഥ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് സമൃദ്ധമാണ്
അറഫ ദിനം എന്നുള്ളത്, അഥവാ ദുൽഹിജ്ജയുടെ 9 എന്നുള്ളത്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞു, അവർ അറഫയിലാകുന്നു, അറഫ സംഗമത്തിലാണ് ആ ദിവസത്തിൽ. എന്നാൽ ഹാജിമാരല്ലാത്തവർക്ക് അന്ന് ചെയ്യാനുള്ള 2 കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നോമ്പാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി അറഫ ഇന്നി യഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു വല്ലതി ബഅദഹു. അറഫ ദിനത്തിലെ നോമ്പ് എന്നുള്ളത് വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, അറഫ ദിനത്തിൻ്റെ ദുൽഹിജ്ജ 9 നോമ്പിൻ്റെ പ്രത്യേകത കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെ, അഥവാ 2 വർഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുപാപങ്ങൾ പുറത്തു തരാൻ അത് മതിയായതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയത് ശരിയാണ്, കഴിഞ്ഞു, അതല്ലാഹു പുറത്തു തരും. വരാനിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, വരാനിരിക്കുന്ന ഒരു വർഷം തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണം അള്ളാഹു ഒരാൾക്ക് നൽകും ഈ നോമ്പ് കാരണത്താൽ. ഇനി വല്ല അബദ്ധവും സംഭവിച്ചു പോയാൽ വേഗത്തിൽ തൗബ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കും. ആ തെറ്റിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയില്ല, തൗബ ചെയ്യാനുള്ള അവസരം എളുപ്പമാക്കി കൊടുക്കും എന്നതാണ് സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അറഫ ദിനത്തിലെ നോമ്പ് എന്നത് വളരെ മഹത്തരമായ കാര്യമാണ്, വളരെ മഹത്തരമായ ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പെടുക്കാതിരിക്കലാണ് അന്ന് സുന്നത്തായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലായിരിക്കുമ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പാണ്, വേറെ ചിലർ പറഞ്ഞു അല്ല, അവിടത്തേക്ക് നോമ്പില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു പാത്രത്തിൽ പാല് കൊടുത്തു വിടുകയുണ്ടായി. അവിടുത്തെ വാഹനപ്പുറത്ത് ഇരിക്കുകയായിരുന്നു അറഫ മൈതാനിയിൽ. ആ സന്ദർഭത്തിൽ അവിടുന്ന് അത് കുടിക്കുകയുണ്ടായി. അപ്പോഴാണ് സഹാബികൾ മനസ്സിലാക്കിയത് അവിടത്തേക്ക് അന്ന് നോമ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അന്ന് അവർക്ക് നോമ്പെടുക്കാതിരിക്കലാണ് സുന്നത്ത്. എന്നാൽ ഹാജിമാരല്ലാത്തവർക്ക് നോമ്പ് സുന്നത്താണ്. അതുപോലെ സഹോദരങ്ങളെ, ദുൽഹിജ്ജയുടെ 9 ഫജ്ർ മുതൽ മുഖയ്യദായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള തക്ബീർ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അഥവാ 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലുക എന്നുള്ളത് അതൊരാൾ ചൊല്ലിക്കൊടുത്ത് ബാക്കിയുള്ള ആളുകൾ ഏറ്റുപറയുക എന്നതല്ല, മറിച്ച് ഓരോരുത്തരും ചൊല്ലുക എന്നുള്ളതാണ്. ഓരോരുത്തരും തക്ബീർ ചൊല്ലുക എന്നുള്ളതാണ്. അതല്ലാതെ പ്രാസമൊപ്പിച്ച് ഒരാൾ ചൊല്ലിക്കൊടുത്ത് അതേപോലെ ബാക്കിയുള്ളവർ ചൊല്ലുക എന്നതല്ല. ഇതാണ് സഹോദരങ്ങളെ നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ അറഫ ദിനത്തെ സംബന്ധിച്ചിടത്തോളം ആ അറഫ സംഗമം വലിയ മഹത്തായ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരലോകത്ത് അർദുൽ മഹ്ശറിൽ ചെന്നു നിൽക്കുന്ന ഭയാനകമായ ആ രംഗം അറഫയിലെ ഹാജിമാരുടെ സംഗമം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം ലോകത്തിൻ്റെ നാനാ ദിക്കുമുള്ള ആളുകൾ, പല ഭാഷകളിൽ സംസാരിക്കുന്നവർ, പല വർണ്ണത്തിലുള്ളവർ, പല നാടുകളിൽ നിന്ന് വന്നവർ, അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്ന, ഇബാദത്തിലായി കഴിയുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാം. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ ദിവസം, ദുനിയാവിലെ അറഫ സംഗമം എന്നത് അർദുൽ മഹ്ശർ സഹോദരങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കാരണം നമ്മളെല്ലാവരും ചെന്നു നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്, അർദുൽ മഹ്ശർ എന്ന ഒരു സ്ഥലമുണ്ട്. അത് ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അറഫ ദിനത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ട് ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ ദുൽഹിജ്ജ 9 അന്നാണോ നോമ്പെടുക്കേണ്ടത്, അതല്ല നമ്മുടെ കാഴ്ചക്കനുസരിച്ചാണോ നോമ്പെടുക്കേണ്ടത്? പഴയ കാലം മുതലേ ഉള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസ്അലയാണത്. ആ മസ്അല ഉടലെടുക്കാനുള്ള കാരണം
ചില ആളുകൾ പറയാറുണ്ട്, ലോകത്തൊരു സൂര്യനേ ഉള്ളൂ, ഒരു ചന്ദ്രനേ ഉള്ളൂ, ഒരു അറഫയേ ഉള്ളൂ. ശരിയാണ്, ഇതൊക്കെ ഒന്നേ ഉള്ളൂ. പക്ഷേ സൂര്യനും ചന്ദ്രനും ഉദിക്കുന്ന സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. സൂര്യനും ചന്ദ്രനും അത് ഉദിക്കുന്ന സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഈ അറഫ സംഗമം നടക്കുന്ന സ്ഥലം, അതും നമ്മുടെ നാടുമായി 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇഖ്തിലാഫുൽ മതാലി എന്നാണ് അതിന് ഫിഖ്ഹിൽ പണ്ഡിതന്മാർ പറയുക. ഉദയസ്ഥാനത്തിൻ്റെ വ്യത്യാസം അത് പരിഗണിച്ചുകൊണ്ടാണ് ആ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളത്. അതിൽ ഒരു വിഭാഗം പറഞ്ഞു, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഒരേ സമയം ഇബാദത്ത് ചെയ്യാൻ, പെരുന്നാൾ ആഘോഷിക്കാൻ, അതല്ലെങ്കിൽ അറഫയുമായി ബന്ധപ്പെട്ട് നോമ്പെടുക്കാൻ സാധിക്കും ഒരൊറ്റ കാഴ്ച പരിഗണിച്ചാൽ, ഒരഭിപ്രായമുണ്ട്. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം, ഓരോ നാട്ടിലെയും കാഴ്ചക്കനുസരിച്ചാണ് അവരവർ കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് എന്നാണ്. അവരവരുടെ മാസപ്പിറവി പരിഗണിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, അറഫ സംഗമം എന്നത് സ്ഥലത്തെ പരിഗണിച്ച് അത് ലോകത്തൊന്നേ ഉള്ളൂ. അത് സൗദി അറേബ്യയിൽ ആ അറഫയിൽ മാത്രമേ അതുള്ളൂ. പക്ഷേ ദുൽഹിജ്ജ 9 എന്ന കാര്യം, അത് നാടുകൾക്ക് വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഉദയസ്ഥാനത്തിൻ്റെ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ പറഞ്ഞു അതാണ് പരിഗണിക്കേണ്ടത്. ഫിഖഹിലെ ഒരു അഭിപ്രായമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അല്ല, അവനവൻ്റെ കാഴ്ചക്കനുസരിച്ചാണ് ഈ പറഞ്ഞ നോമ്പ് പരിഗണിക്കേണ്ടത്. വല്ലാഹു അലം, ശരിയായി മനസ്സിലാവുന്നത് നമ്മൾ നിസ്കാരത്തിനും മറ്റും പരിഗണിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കാഴ്ചയും അതുപോലെയുള്ള കാര്യവുമാണ്. അതുതന്നെയാണ് ഈ വിഷയത്തിലും നമ്മൾ പരിഗണിക്കേണ്ടത്. അത് പ്രബലമായ അഭിപ്രായമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെളിവ് പിടിച്ച ഹദീസിന് തലക്കെട്ട് കൊടുത്തത് തന്നെ അങ്ങനെയാണ്. ഓരോ നാടിനും അവരവരുടെ കാഴ്ചയുണ്ട്. ആ അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ, അറഫ ദിനത്തിൻ്റെ അന്ന് അഥവാ സൗദി അറേബ്യയിൽ അത് നടക്കുമ്പോൾ അന്ന് ഒരാൾക്ക് നോമ്പെടുക്കണമെങ്കിൽ നോമ്പെടുക്കാം, വിരോധമില്ല. കാരണം ദുൽഹിജ്ജ 9 വരെ ഒരാൾക്ക് നോമ്പെടുക്കാവുന്നതാണ്. നമ്മുടെ നാടിൻ്റെ കാഴ്ചക്കനുസരിച്ച് നമ്മുടെ നാടിൻ്റെ ദുൽഹിജ്ജ 9 പരിഗണിച്ച് അന്ന് നമുക്ക് നോമ്പെടുക്കാം. വിശാലതയുള്ള കാര്യമാണത്. ഇതേ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, സൗദി അറേബ്യയിൽ അറഫാ ദിനത്തിൻ്റെ അന്ന് നേരത്തെ മാസം കണ്ടിട്ട് ഒരു നാട്ടിൽ ദുൽഹിജ്ജ 10 ആണെങ്കിൽ അന്നവർ നോമ്പെടുക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയും മസ്അല കാണാം. ചില ആളുകൾ പറയാറുള്ളത് ഒരു ഐക്യദാർഢ്യം എന്നാണ്. ഇതിലൊന്നും ഒരു ഐക്യദാർഢ്യവും എവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ആ ദിവസം അത് പരിഗണിച്ചുകൊണ്ട് നമ്മൾ നോമ്പെടുക്കുക. വിശാലതയുണ്ട്. അതുകൊണ്ട് ഒരാളുടെ നോമ്പ് വസാദായിപ്പോയി എന്നോ അതല്ലെങ്കിൽ ഒരാളുടെ പെരുന്നാൾ വസാദായിപ്പോയി എന്നോ ഒന്നും പറയാവതല്ല. വിവരമില്ലാത്ത ആളുകൾ പലരും പലതും പ്രചരിപ്പിക്കാറുണ്ട്. അതിലൊന്നും നമ്മൾ സമയം കളയരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ, സഹോദരങ്ങളെ, അവന് വേണ്ടി ചെയ്ത ഇബാദത്തുകൾ അല്ലാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് ഇബാദത്തിൽ മുഴുകാൻ ശ്രമിക്കുക. സൗദി അറേബ്യയോടുള്ള ഐക്യം അത് പരിഗണിച്ചുകൊണ്ട് അവനവൻ്റെ വീട്ടിലും നാട്ടിലും പഞ്ചായത്തിലും ജില്ലയിലും സംസ്ഥാനത്തിലും വരെ ഭിന്നിപ്പുണ്ടാക്കുക എന്നത് ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല എന്നതുകൂടി അതിനോടൊപ്പം ചേർത്ത് വായിക്കുക. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ പറഞ്ഞ മഹത്തായ അറഫ ദിനത്തിൻ്റെ പ്രത്യേകതകളും അന്ന് നമുക്ക് ചെയ്യാനുള്ള ഇബാദത്തുകളും നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അള്ളാഹുവിന് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്തുകളിൽ മുഴുകാനും നമ്മെ ഓരോരുത്തരെയും അള്ളാഹു സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ദുൽഹിജ്ജയുടെ 10 അഥവാ യൗമുൻ നഹർ, ഈദിൻ്റെ ദിവസം, അറവിൻ്റെ ദിവസം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി
തബാറക വതആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തായ ദിവസം അത് യൗമുൻ നഹറാകുന്നു, അഥവാ ബലിപെരുന്നാളിൻ്റെ ഈദുൽ അദ്ഹയുടെ അറവിൻ്റെ ദിവസം. ശേഷം യൗമുൽ ഖർ അഥവാ ദുൽഹിജ്ജ 11 അയ്യാമുത്ത തശ്രീഖിൻ്റെ ആദ്യത്തെ ദിവസം. അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ ദിവസമാണ് സഹോദരങ്ങളെ ഈ ദിവസം. അഥവാ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്തായ ദിവസങ്ങളിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം പ്രത്യേകമായി ഹദീസുകളിൽ വന്ന ദിവസങ്ങളാണ് ഇനി നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. ആ ദിവസത്തിൽ ഈദ് ആഘോഷമാണ്. ഈദ് എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ള ദിവസമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ വർഷത്തിൽ 2 ഈദുകളാണ്, ആഘോഷങ്ങളാണ് സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ളത്. ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. മറ്റുള്ള എല്ലാ ഈദുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ദീനിലെ നിയമങ്ങൾ വന്നതോടുകൂടി ദുർബലപ്പെടുത്തുകയുണ്ടായി. മുഅ്മിനീങ്ങൾക്ക് ഈ 2 ആഘോഷങ്ങളാണുള്ളത്. ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഇബാദത്തുകൾക്ക് ശേഷവും അതുപോലെ ആ ആഘോഷങ്ങളിൽ മുഴുവനും ഇബാദത്തുകളുമാണ്. ഈദുൽ ഫിത്ർ നോമ്പിന് ശേഷമാണ്, ഒരു മാസക്കാലത്തെ നോമ്പിന് ശേഷം ആഘോഷം. ഈദുൽ അദ്ഹ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ ദിക്റിലും ദുആയിലും ഇബാദത്തുകളിലുമായി, അതുപോലെ ഹാജിമാർ അവർ ഹജ്ജ് കർമ്മങ്ങളിലുമായി കഴിഞ്ഞ് അങ്ങനെ അവരുടെ ഹദി ബലി അറുക്കുന്ന ദിവസമാണ് യൗമുൻ നഹർ. അതുപോലെ തന്നെ നമുക്കും അങ്ങനെയുള്ള ഇബാദത്തുകൾക്ക് ശേഷമാണ് അള്ളാഹു നമുക്ക് ആഘോഷം നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ആഘോഷം എന്നാൽ അത് ഇബാദത്താണ്. നോക്കൂ, യൗമുൽ ഈദ്, ആ ദിവസം തക്ബീർ ധ്വനികളുമായി നമ്മൾ ഈദ് മുസല്ലയിലേക്കാണ് ചെല്ലുന്നത്. അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു, തക്ബീറുകളുമായി അങ്ങനെ കഴിഞ്ഞുകൂടുന്നു, ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മഹത്തായ ബലി അത് നടത്തുന്നു, അത് നമ്മൾ കഴിക്കുന്നു, ആളുകൾക്ക് വിതരണം ചെയ്യുന്നു. വീണ്ടും തക്ബീറുകളുമായി അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഇബാദത്തുകളാണ്. അതുകൊണ്ട് ആ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ചില സുന്നത്തുകൾ കൂടി പറയട്ടെ. ഈദിൻ്റെ ദിവസം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കുളിക്കുക, സുഗന്ധം പൂശുക, നല്ല വസ്ത്രം ധരിക്കുക എന്നത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ ഈദ് നിസ്കാരം, അതുപോലെ അതിനു ശേഷമുള്ള ഖുതുബ, ഉത്ബോധനം, ഇമാമിൻ്റെ ഉത്ബോധനം അത് ശ്രദ്ധിക്കുക എന്ന കാര്യം. അതുപോലെ ചെറിയ പെരുന്നാളിനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലതും കഴിച്ചുകൊണ്ടാണ് മുസല്ലയിലേക്ക് നിസ്കാരത്തിന് വരാറുണ്ടായിരുന്നത്. എന്നാൽ ബലി പെരുന്നാളിന് ഒന്നും കഴിക്കാതെയാണ് വരിക. എന്നിട്ട് അറവ് മൃഗത്തിൽ നിന്ന് അറക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യാറായിരുന്നു അവിടുത്തെ പതിവ് എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒരാൾക്കത് സാധ്യമാവുമെങ്കിൽ ആ സുന്നത്ത് നടപ്പിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക. അതുപോലെ സഹോദരങ്ങളെ, നിരുപാധികവും അല്ലാതെയുമായിട്ടുള്ള തക്ബീറുകൾ അത് നമ്മൾ മറക്കരുത്. തക്ബീറുകൾ കൊണ്ട് നമ്മുടെ നാവ് പച്ച പിടിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പരസ്പരമുള്ള ആശംസകൾ, തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും, അല്ലാഹു എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന മഹത്തായ ആശംസ അത് കൈമാറുക, കുടുംബബന്ധം ചേർക്കുക. അതുപോലെ ഒരു വഴിയിൽ വന്ന് മറ്റൊരു വഴിയിലൂടെ തിരിച്ചു പോവുക. ഇങ്ങനെയുള്ള ഈദിൻ്റെ സുന്നത്തുകൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, അമൂല്യമായ സുവർണാവസരങ്ങൾ, അള്ളാഹുവിൻ്റെ അടുക്കൽ ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ, അതുപോലെ ആഘോഷിക്കാനുള്ള ദിവസം, തിന്നാനും കുടിക്കാനുമുള്ള ദിവസങ്ങൾ, അയ്യാമുത്ത തശ്രീഖ്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് നൽകിയിരിക്കുന്നു. അത് കൃത്യമായി നിറവേറ്റാനും അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ മുഴുകാനും ഈ അവസരത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാനും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല
എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ കർമ്മങ്ങൾ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾക്ക് അള്ളാഹു ശിഫാവും ആശ്വാസവും തുറവിയും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.